രാജ്യസുരക്ഷയെ പോലും അപകടത്തിലാക്കി ഇവർക്ക് വ്യാജ ആധാർ കാർഡും മറ്റും സംഘടിപ്പിച്ചും കൊടുക്കുന്ന ഡൽഹിയിലെ സംഘമാണ് ഇതിന് പിന്നിലെന്ന് ഇതിനിടയിലുള്ള ചില ആളുകളെ, ചില ക്രിമിനലുകളെ കണ്ടെത്താനുള്ള 2000 രൂപ നിരക്കിൽ വ്യാജ ആധാർ കാർഡ് സംഘടിപ്പിക്കുന്നത്. സംശയം തോന്നിയ CISF ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ബംഗ്ലാദേശികളാണ് സമ്മതിച്ചത്. സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലേ? എന്താണ് സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്? നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഇന്ത്യക്കാരെന്ന വ്യാജന 4 ബംഗ്ലാദേശികൾ ഷാർജയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. നമസ്കാരം. കേരളം അതിഥി തൊഴിലാളികളെന്നും ഇതര സംസ്ഥാന തൊഴിലാളികളെന്നും ഒക്കെ വിളിക്കുന്ന നിരവധി പേർ നമുക്കിടയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലെത്തി തൻ്റെ ജീവിത ചുറ്റുപാടുകൾ മെച്ചപ്പെടുത്തിയ നല്ലവരായ ഇത്തരം തൊഴിലാളികൾ നമുക്ക് കാണാൻ സാധിക്കും. പല ഇതര സംസ്ഥാന തൊഴിലാളികളും കേരളത്തെ സ്നേഹിക്കുന്നു. അവർ കുടുംബമായി ഇവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാർ ഇതര സംസ്ഥാന തൊഴിലാളികളെ, പണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വിളിച്ചിരുന്നവരെ അത്രത്തോളം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് പ്രളയത്തിലും കോവിഡിനും നിപ്പയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. കോവിഡ് സമയത്ത് ചില ആശങ്കകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം നമ്മുടെ അതിഥികളാണ് എന്ന് പറഞ്ഞ് അവർക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവർക്ക് അതിനുള്ള സംവിധാനം പോലും ലഭ്യമാക്കുകയും ചെയ്തിരുന്നു സർക്കാർ. എന്നാൽ ഇതിനിടയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്ന വാർത്തയും കണ്ടു. പരിധികളില്ലാതെ, അതിഥികളില്ലാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ ദിവസവും തീവണ്ടി മാർഗം കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം സംസ്ഥാന സർക്കാരിന്റെ അടുത്ത് പോലുമില്ല എന്നുള്ളതാണ്. ഈ നടപടിക്രമങ്ങൾ ദിനേന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയായിക്കൊണ്ട് വ്യാജരേഖയിൽ ബംഗ്ലാദേശികൾ കേരളത്തിലെത്തുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ വ്യാജരേഖകൾ ഉപയോഗിച്ച് കേരളത്തിലെ രാജ്യസുരക്ഷയെ പോലും അപകടത്തിലാക്കി ഇവർക്ക് വ്യാജ ആധാർ കാർഡും മറ്റും സംഘടിപ്പിച്ചും കൊടുക്കുന്ന ഡൽഹിയിലെ സംഘമാണ് ഇതിന് പിന്നിലെന്ന് കൊച്ചി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായെന്നും കേരള കൗമുദി ലേഖകൻ വിഷ്ണു ദാമോദരൻ റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചിയിൽ 2 ആഴ്ച മുമ്പ് ബംഗ്ലാദേശ് ദമ്പതികൾ പിടിയിലായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു അന്വേഷണം. കൊച്ചി കപ്പൽശാലയുടെ പനമ്പള്ളി നഗർ ഗസ്റ്റ് ഹൗസിൽ അതിക്രമിച്ചു കയറിയ ബംഗ്ലാദേശ് പൗരൻ മുഹമ്മദ് അൽ അമീർ ഷെയ്ഖ്, ഭാര്യ ജോത്സന അക്തർ എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രി പെറുക്കുന്ന വ്യാജേന ഒരു രേഖയുമില്ലാതെ കൊച്ചിയിൽ കഴിയുകയായിരുന്നു ഇവർ. ഗസ്റ്റ് ഹൗസിന്റെ മതിൽ ചാടിക്കടന്നതിനെ തുടർന്ന് CISFക്കാർ തടഞ്ഞുവെക്കുകയും പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. പശ്ചിമ ബംഗാൾ സ്വദേശികളാണെന്ന് ആദ്യം ഇവർ പറഞ്ഞു. സംസാര രീതിയിൽ സംശയം തോന്നിയ CISF ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ബംഗ്ലാദേശികളാണെന്ന് സമ്മതിച്ചത്. മുഹമ്മദ് അൽ അമീൻ വിയൂർ ജയിലിലെ റിമാൻഡിലാണ്. ജോത്സനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. കോടതി തീരുമാനം അനുസരിച്ചായിരിക്കും തുടർ നടപടികളെന്നും പോലീസ് പറയുന്നു. BSFന്റെ നിരീക്ഷണം കുറവുള്ള നദീ മേഖലകൾ വഴി പശ്ചിമ ബംഗാളിൽ കയറിപ്പറ്റുന്ന ബംഗ്ലാദേശികൾ അവിടെ നിന്ന് ഡൽഹിയിലെ സീമാപുരിയിലേക്ക് കടക്കും. കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികൾ ഏറെയുള്ള ഇവിടെ നിന്നാണ് 2000 രൂപ നിരക്കിൽ വ്യാജ ആധാർ കാർഡ് സംഘടിപ്പിക്കുന്നത്. 2018-ൽ കൊച്ചിയെ ഞെട്ടിച്ച കവർച്ച പരമ്പരയിലെ 3 പ്രതികൾ ബംഗ്ലാദേശ് സ്വദേശികളായിരുന്നു. പശ്ചിമ ബംഗാളിൽ താമസിച്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കവർച്ച നടത്തുകയായിരുന്നു 11-അംഗ സംഘം. ബംഗ്ലാദേശികളെ വ്യാജരേഖയിൽ എത്തിച്ച് കേരളത്തിലടക്കം വിദേശത്തേക്ക് കടത്തുന്ന സംഘവും സജീവമാണ്. മാസങ്ങൾക്ക് മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഇന്ത്യക്കാരെന്ന വ്യാജന 4 ബംഗ്ലാദേശികൾ ഷാർജയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. മുഹമ്മദ് അബ്ദുൽ ഷുക്കൂർ എന്ന ബംഗ്ലാദേശ് സ്വദേശിയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. ഇയാളെ എറണാകുളം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് പിടികൂടിയിരുന്നു. വ്യാജ പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് രേഖകൾ എന്നിവർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വ്യാജമായി നിർമ്മിക്കുന്ന പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് രേഖകൾ, ഈ രേഖകളൊക്കെ തന്നെയാണ് പലരുടെ കൈവശവും ഇപ്പോഴും ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന നമ്മൾ സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്നവരുടെ കൈവശം ഉള്ളത് എന്ന വിവരം പുറത്തു വരുന്നു. എല്ലാവരും അങ്ങനെയെന്നല്ല. ബംഗ്ലാദേശികളെയും പശ്ചിമ ബംഗാളുകാരെയും കണ്ടാൽ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകണം എന്നും ഇല്ല.
രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലാണ് പശ്ചിമ ബംഗാളെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അതിനോട് ചേർന്നുള്ള ഒരു അതിർത്തി രാജ്യം, മറ്റൊരു രാജ്യം കൂടിയാണ്. നേരത്തെ ഭാരതത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും പിന്നീട് പാകിസ്ഥാനൊപ്പമാവുകയും സ്വതന്ത്രമായി പിന്നെ മറ്റൊരു രാജ്യമാകുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും ഇതെല്ലാം രാജ്യസുരക്ഷയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്നും കുറ്റകൃത്യങ്ങൾ നടത്തി പശ്ചിമ ബംഗാൾ വഴി ബംഗ്ലാദേശിലേക്ക് കടക്കുന്ന നിരവധി കേസുകൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജ്യാതിർത്തി കടന്നു കഴിഞ്ഞാൽ അവരെ പിടികൂടുക എന്നുള്ളത് ദുസ്സഹമാണ് എന്ന ആ ഒരു കാരണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രം, അല്ലെങ്കിൽ അത്തരമൊരു പഴുത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളും നാട്ടിൽ വർദ്ധിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നും വരുന്ന ട്രെയിനുകളിൽ പ്രധാനമായും ആലുവ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ, അല്ലെങ്കിൽ കൊല്ലം ജില്ലകളിലും, അല്ലെങ്കിൽ കോട്ടയത്തുമൊക്കെ ഇത്തരത്തിൽ നിരവധി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ വരുന്നുണ്ട്. അവർ മലയാളികളെക്കാൾ നന്നായി ജോലിയെടുക്കുന്നവരാണ്, മലയാളികളെ പോലെ തന്നെ വിശ്വസിക്കാനാകുന്നവരാണ്, പലരും സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഇടങ്ങളുമുണ്ട്. പക്ഷേ അവരുടെ എല്ലാം പേര് കളങ്കപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അത്തരം ചില ആളുകളുണ്ട്. ആലുവയിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അയാൾ ഒരിക്കലും ബംഗാൾ സ്വദേശിയായിരുന്നില്ല, അയാൾ പശ്ചിമ ബംഗാൾ സ്വദേശിയായിരുന്നു, ഇന്ത്യക്കാരനായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ സ്വൈരവിഹാരം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലേ? എന്താണ് സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്? ആലുവയിലടക്കം ഒരു കുട്ടിയെ പീഡിപ്പിച്ച സംഭവം ഉണ്ടായി, സർക്കാർ എന്താണ് നടപടിയെടുക്കാത്തത് എന്ന ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് കൃത്യമായ മറുപടി നൽകാനാകില്ല. കാരണം അതിൽ പല നിയമവശങ്ങളുണ്ട്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പോയും നമുക്ക് ജോലിയെടുക്കാം, എവിടെയും താമസിക്കാം. അത്തരം നിയമങ്ങളൊക്കെ ഉണ്ട്. ചില കേന്ദ്ര പ്രദേശങ്ങളോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറികളോ ലക്ഷദ്വീപ് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ പ്രധാന അനുമതികളൊക്കെ വേണ്ടുള്ളൂ. ചില സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അത്തരം ചില നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റെവിടെയും നമുക്ക് യാത്ര ചെയ്യാനും അവിടെ തൊഴിലെടുക്കാനും ഒക്കെ അവസരങ്ങളുണ്ട്. നമുക്കത് ഒരിക്കലും ഒരു പാസ്പോർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആധാർ കാർഡിൻ്റെയോ പേരും പറഞ്ഞ് അവരെ തടുക്കാനാകില്ല, തിരിച്ചയക്കാനാകില്ല. എന്നാൽ ഇത്തരത്തിൽ ആധാർ കാർഡുകളടക്കം പരിശോധിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ആധാർ കാർഡ് പരിശോധിച്ചുകൊണ്ട് കേരള പോലീസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത്തരത്തിൽ 2000 രൂപ കൊടുത്താൽ ഡൽഹിയിൽ നിന്നും വ്യാജ ആധാർ കാർഡുകൾ ലഭിക്കുകയാണെങ്കിൽ കേരള പോലീസിന്റെ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇത് വ്യാജനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ പോലും, അല്ലെങ്കിൽ പരിശോധിക്കാൻ പോലുള്ള സംവിധാനം കേരള പോലീസിന്റെ അടുത്തില്ല. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ യാത്രക്കാരെത്തും, അല്ലെങ്കിൽ കൂടുതൽ തൊഴിലാളികളെത്തും, അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തമിഴ്നാട് സർക്കാരിനെ അടക്കം നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കർണാടകയൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. കാരണം അവിടങ്ങളിൽ മറ്റു പല പേരുകളിലും ചില രേഖകൾ ഉണ്ടാക്കി സംസ്ഥാന സർക്കാരിന് കീഴിൽ ഈ തൊഴിലിന് വരുന്നവരെ ഒരുമിപ്പിക്കുക. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്നൊക്കെ പറഞ്ഞൊരു കാർഡുകൾ ഉണ്ടാക്കുന്ന ഇവരുടെ ഡാറ്റ ശേഖരണത്തിന് മാത്രം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് എത്രത്തോളം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടോ? ഇത്തരം കാർഡുകളൊന്നും ഇല്ലാത്തവർ പോലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട്. അവരെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ജോലി ചെയ്യുകയാണെങ്കിൽ അവരുടെ കോൺട്രാക്റ്റുകാർ അവരെ താമസിപ്പിക്കുന്നു, സ്ഥിരമായ ചില താമസ സ്ഥലങ്ങൾ ഒരുക്കുന്നു. പക്ഷേ അവിടെ ഒന്നും വലിയ രേഖകളൊന്നും ഇവർ ഹാജരാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെങ്കിലും ഇത്തരത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പോലുള്ള കാർഡുകൾ എടുക്കുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഡാറ്റാബേസിലേക്ക് വരും. അവർ ആരാണ്, എന്താണ് എന്നുള്ള വിവരങ്ങൾ സർക്കാരിന് ലഭ്യമാക്കും. കർണാടകയിൽ പോലും അത്തരത്തിൽ പ്രത്യേക കാർഡുകൾ, തൊഴിൽ കാർഡ് എന്ന രീതിയിൽ അസംഘടിത തൊഴിലാളികൾക്കിടയിൽ ഒരു തൊഴിൽ കാർഡ് രൂപീകരിക്കുകയും ആ തൊഴിൽ കാർഡ് വഴി ഇവരുടെ ഡാറ്റാബേസ് ശേഖരിക്കുകയും ആ തൊഴിൽ കാർഡുള്ളവർക്ക് മാത്രം സംസ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള നിയമം കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പല സംസ്ഥാനങ്ങളും പല രീതിയിലും ഇതിനെ കാണുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു റിപ്പോർട്ട് നമുക്ക് ഓർമ്മയുണ്ട്. ഗുജറാത്തിൽ 200 രൂപയുടെ അടുത്തോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ മാത്രമാണ് അവിടെ ദിവസേന കൂലിയുള്ളത്. പക്ഷേ ഇവിടെ 1000 രൂപ ദിവസേന വാങ്ങിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വരുമാന മാർഗം, അവരുടെ ജീവിതം കരക്കടിക്കാൻ, ജീവിതം കൂട്ടിമുട്ടിക്കാൻ അവർ ജോലിയെടുക്കാൻ വരുന്നു. പക്ഷേ ഇതിനിടയിലുള്ള ചില ആളുകളെ, ചില ക്രിമിനലുകളെ കണ്ടെത്താനുള്ള നടപടികൾ അത് ശാസ്ത്രീയമായിരിക്കണം. അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഒരു പ്രത്യേകം നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ ഇത്തരത്തിൽ പശ്ചിമ ബംഗാളികളാണെന്ന് കരുതി ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കൂടുതൽ ചേക്കേറുകയും കേരളം പോലെയുള്ള
ഏറ്റവും അവസാനത്തെ സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയും അവിടെ നിന്ന് വിദേശത്തേക്ക് കടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള കേരളീയരായുള്ള ആളുകൾക്ക് പോലും വിദേശത്തേക്ക് പോകുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ ഇങ്ങനെയുള്ളവർ കടക്കുന്ന വിവരങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയ വിവരങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇതിന് സംസ്ഥാന സർക്കാർ ഒരു വഴി കണ്ടേ മതിയാകും.